ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. രാവിലെ തന്നെ ആഹാരം കഴിക്കാനായിട്ട് പറ്റിയ സ്ഥലം തന്നെ. അമ്മ കാറിനകത്ത് തന്നെ ഇരിക്കുവാണോ? ഇങ്ങോട്ട് ഇറങ്ങി വാമച്ചി. ഞാൻ ഇറങ്ങി വരൂലടാ. അതെന്നാ? ഞാൻ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിന്റെ ഭാര്യ അവിടെ കയറി ഇരിക്കും. എന്റെ ദൈവമേ, വീട്ടിൽ വെച്ച് തന്നെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനായിട്ട് എന്റെ ഭാര്യ എന്റെ അമ്മച്ചിയും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുക. ഒന്ന് ഇങ്ങോട്ട് വാമച്ചി ഇങ്ങോട്ട്. എടി കൊച്ചേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഞാൻ തൂവാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഊണ് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കയറാൻ നോക്കിയാ എന്റെ തനി സ്വഭാവം നീ അറിയും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെയും ചെറുക്കന്മാരുടെ ഒക്കെ ഒരു രീതി നോക്കിയേ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉടനെ അങ്ങോട്ട് ടൂറ്. പക്ഷെ പളനി പോണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പപ്പ പോയാ ഇതാ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ കണ്ണിന്റെ മുമ്പിൽ അവനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഒരു കുഞ്ഞു പൂവിൽ വർഷമേഘമുമ്മ വെച്ചു പെയ്തൊഴിഞ്ഞുവോ, ജടയിറങ്ങി മലയിറങ്ങി. അമ്മച്ചി, ഞാൻ ആദ്യമായിട്ട് പാന്റ് ഇടുവാണല്ലോ. എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുറഞ്ഞു പോകും. വിഷമമായോ? എനിക്ക് വിഷമമൊന്നും ഇല്ല. നിന്നോടല്ല, പിന്നെ പാന്റിനോട് ആദ്യമായിട്ട് കയറിയതല്ലേ. പൊന്നോ, എന്തായാലും നമ്മൾ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ. ഓ, നമുക്ക് ആഹാരം കഴിച്ചാലോ? ഹോട്ടൽ മൊത്തം അടച്ചിട്ടിരിക്കല്ലേ മോനെ? അയ്യോ, ഹോട്ടലിൽ ഇരുന്നല്ല ആഹാരം കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കടത്തിണ്ണയിൽ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. എവിടാ? കടത്തിണ്ണയിൽ ഇരുന്ന്. കടത്തിണ്ണയിലെന്ന് ജനിച്ചെന്റെ കയ്യിലോട്ട് വീഴുന്ന കാലം മുതൽ ഇത്രയും വർഷം നിനക്ക് ഞാൻ നല്ലൊരു വിദ്യാഭ്യാസം തന്നു, ജീവിതം തന്നു. ഇപ്പൊ ഒരു പെൺകൊച്ചിനെ കൈ പിടിച്ചു കൊടുത്തപ്പോൾ അമ്മയെ അവന് കടത്തിണ്ണയിലിരുത്തി ആഹാരം കൊടുക്കണമെന്ന്. അതെ, നീ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അമ്മച്ചി പഴയ നാടക നടിയാണ്. അതാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞ ഞാൻ ഓർത്തിങ്ങനെ. അതുകൊണ്ട് സങ്കടം വരാൻ നേരത്ത് അമ്മച്ചിക്ക് അപ്പൊ തന്നെ നാടകം കയറും. ഇതെന്താണമ്മ ഇതൊക്കെ? ഇപ്പോഴത്തെ ഒരു വൈബാണ് ഇങ്ങനെ റോഡിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണത്. അതൊക്കെ ഒന്ന് ഓർക്ക്. കഴിക്കാൻ എന്താ? ഇഡ്ഡലി സാമ്പാർ. ഓ, ഇഡ്ഡലിയും ചാമ്പാനും. മോശമായി മോനെ, ഒരു പ്രായം കഴിയുമ്പോ ഇത് വളർന്നു വരും. അത് സാരമില്ല. എന്തോന്ന് മീശയായിന്ന് പറഞ്ഞു? മീശയായെന്നല്ല ഞാൻ പറഞ്ഞത്, പിന്നെ മോശമായെന്ന്. അതായത് ഓ, മീനുവിന്റെ പപ്പയും കൂട്ടലായിരുന്നു. ഏതെങ്കിലും കുടുംബത്തിന് നടക്കുന്ന കാര്യമാണോടാ നീ പറയുന്നത്? ഭാര്യയും ഭർത്താവും കൂടി ഹണിമൂണിന് പോകുമ്പോ അച്ഛനും അമ്മയും കൂടെ പോണത് അത് ഒരു തറവാട്ടിലും നടക്കത്തില്ല. ഉൾപ്പുണ്ട് അവർക്ക്. അങ്ങനെ ആർക്കെങ്കിലും കയറി വരാമ്മ മോളെ. അപ്പൊ അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നതാ. അത് ജസ്റ്റ് ഫോർ എ ചേഞ്ച്. എന്താണ് പപ്പേട്ടാ, ഒരു രസൂല. എനിക്ക് ഇഷ്ടപ്പെടണില്ല ഈ നമ്മുടെ ഈ ട്രിപ്പ് ഒന്നും. എനിക്കൊരു പാട്ടൊക്കെ ഒന്ന് പാടിത്താ. എടി, ഞാൻ സിനിമയിലെ നായകനല്ലേ. ഇങ്ങനെ ടൂർ പോകാൻ നേരത്തെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പാട്ടൊക്കെ പാടാനായിട്ട് എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. മമ്മ പാടും. മമ്മ പാടും. അമ്മച്ചി പാടുവാ? പിന്നെ നമ്മുടെ ഒരു സന്തോഷ കാര്യത്തിന് വേണ്ടി വന്നതല്ലേ. എന്നൊരു പാട്ട് പഠിക്കേ. പാടട്ടാ? വെറൈറ്റി ആണ്. ആ, പാട്. ദേവതക കണ്ട് വെണ്ണിലവ കണ്ട് വെണ്ണിമണി കണ്ട് ഓഹോ വീര വീര വിജയ് വെണ്ണിലാവ് കോട് വിജയ് വിജയ് വന്താരോ. ഒരു പെരുമഴക്കാലം കഴിഞ്ഞ പോലെ ഉണ്ട്. അല്ല, അമ്മ ഈ പാട്ട് വേറെ ആർക്കെങ്കിലും പാടിക്കൊടുത്തിട്ടുണ്ടാ? എവന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോ ഞാനൊന്ന് പാടി. അപ്പോഴും തന്നെ അച്ഛൻ മുകളിലോട്ട് പോയി. അപ്പൊ അച്ഛൻ സ്വയം പോയതല്ല, ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടതാണ്. ഇവിടെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും താടാ. അമ്മച്ചി തരാ. അമ്മച്ചി കൈ കഴുകിട്ട് കൈ കഴുകാൻ ആറിനകത്തുള്ളണ്ടാ. കേട്ടാ, നമ്മള് ഹണിമൂണിന് പോകുമ്പോ ഇത് എന്താണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തൊരു ബെൽറ്റ് ഊരിക്കളാ. ബെൽറ്റ് ഊരി കളയാൻ പറ്റത്തില്ല. അതെന്താ? ബെൽറ്റ് ഊരി കഴിഞ്ഞാൽ വയറ് വന്ന് മുട്ടയിലടിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വരും. ഊട്ടിയില് പോകുമ്പോ ഞാൻ തകർക്കും. ഊട്ടിയുടെ കാര്യം ഇവിടെ മിണ്ടരുത്. അതെന്താണ്? ഇനി അമ്മച്ചിടിക്ക് പഴനിക്ക് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ കല്യാണം കഴിയാൻ നേരത്തെ എന്റെ ഭാര്യയെ എന്നെ കൊണ്ട് പഴനിക്ക് പോകണമെന്ന്. അതുകൊണ്ട് അമ്മച്ചിടിക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഊട്ടിക്കാ പോകണമെന്ന് ഇപ്പൊ മിണ്ടണ്ട അമ്മച്ചി. അമ്മച്ചി കഴിക്കാം. അയ്യോ, കറി എടുക്കാൻ ആദ്യമേ ചെയ്തു വെക്കണമെന്ന് എപ്പോഴേ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം പറഞ്ഞാൽ കേൾക്കത്തുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എല്ലാം പറഞ്ഞു വിട്ടതാണ്. ഇവിടെ അമ്മച്ചി കൊടു. അല്ല, അമ്മച്ചി കൊടുക്കാൻ പാത്രമില്ല.
എടി നമ്മൾ വീട്ടിൽ നിന്ന് ടൂറിന് ഇറങ്ങിയപ്പോ 3 പേരല്ലേ വന്നത്? ഞാൻ 2 പാത്രം കൊണ്ടല്ല, ഞാൻ അറിഞ്ഞ നിങ്ങളുടെ അമ്മ വലിച്ചേറി തളിക്കറി ഇങ്ങോട്ട് പോയി വന്നു. അമ്മച്ചി ഇപ്പൊ തരാവേ. ഇടി നമ്മൾ 3 പേര് ടൂർ വരാൻ നേരത്ത് 3 പാത്രം എടുക്കട്ടെ പൊട്ടി. ഇപ്പൊ അമ്മ ഓ ഞാനേ തിരക്കിന്റെ ഇടയിൽ മറന്നുപോയി 2 പാത്രമേ കൊണ്ടുവന്നിട്ടുള്ളു. അമ്മക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് പട്ടേലേ കഴിക്കും. പട്ടേല തിന്നാൻ ഞാൻ ഒരു ജമുന പ്യാരി ആടാ. അതല്ല പട്ടേലി അവളെ തിരുതിക്ക് വന്നപ്പോഴത്തേക്ക് 2 പാത്രം എടുത്തോളൂ, 3 പാത്രം എടുത്തു വെക്കാം. സാരമില്ല, നീ കഴിയണം. നിങ്ങൾ നിങ്ങളല്ലേ കഴിക്കണം. അമ്മച്ചിക്ക് വേണ്ട. അമ്മച്ചി അങ്ങനെ അമ്മച്ചിയല്ലേ അമ്മക്ക് തിന്നാൻ അതെ അതെ ഭയങ്കര സ്നേഹമാണ്. നല്ല രസമുണ്ട്. നിന്നെ ഞാൻ പ്രസവിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ എന്റെ സഹോദരൻ കണ്ണൻ പറഞ്ഞു, നീ ജനിച്ചു കഴിഞ്ഞാൽ ശാപമാവുമെന്ന്. ഇത് കരുതി നിന്റെ അച്ഛനെ പിടിച്ച് ജയിലിലിട്ടു. നീ ജനിച്ചപ്പോ നിന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ മാമൻ ഗുണ്ടകളെ വിട്ടു. അവസാനം നിന്റെ അച്ഛൻ അവിടെ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തി ഒരു കുട്ടയിൽ കയറ്റി ആറ്റിലൂടെ കൊണ്ടുപോയി. ചെമ്മാണ്ടി ചെയ്മയിലെ ഞാൻ പോതും വേദിയിലെ യാരോട് വന്നവനെ യാരടിത്താരോ. മോനെ അമ്മച്ചി, മോനെ അമ്മച്ചി, മോനെ അമ്മച്ചി. മക്കളെ കഴിച്ചു മക്കളെ ഇവര് ഭാഷയാണ് പറയണത് പപ്പേട്ടാ. ചെമ്മാണ്ടി സീമയിലെ പപ്പേട്ടാ ചെമ്മാണ്ടി സീമയിലെ യാർ പോതും വേദി. ആസൈ ആ ഉറക്കത്തെ എന്മേനി ആ തിരികെ ചെമ്മാണ്ടി സീമയിലെ യാർ പോതും വേദി. ആസൈ ആ ഉറക്കത്തെ ആ എന്മേനി ആ തിരികെ. എന്റെ അമ്മച്ചിക്ക് പാട്ട് വന്നില്ലേ? ഇനി പാടിക്കഴിഞ്ഞാൽ ചെറുക്ക വിരൽ മൊത്തം തിന്ന് തീർക്കും. കാര്യം നോക്കി അമ്മച്ചി അമ്മച്ചി ഇഡ്ഡലി കഴിക്കാൻ ഇഡ്ഡലി കഴിക്കാം. ഇത് കഴിക്കാം. ഇതെന്തുവാടാ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇഡ്ഡലി എന്തോ ഇഡ്ഡലി? നല്ല സൂപ്പർ ഇഡ്ഡലി. സൂപ്പർ ഇഡ്ഡലി. ആ അവളുണ്ടാക്കിയതാ. അയ്യോ എന്നാ മുളകെടുത്ത് കടിച്ചിട്ടാ പങ്കിരേരി. ശരിയാ ആ വെള്ളം എടുത്ത് കുടിച്ചാ. അയ്യോ ഒരു വെള്ളം. എടുത്ത് കുടിക്കാൻ പറ്റി വെള്ളം. എന്നാ മുത്തേ? ശരിയാണ് പപ്പേട്ടാ. പപ്പേട്ടാ എടാ അവളല്ലടാ കഴിച്ചത്, നീ എന്തിനാ അയ്യോ നാക്കുന്ന? അല്ല കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയേ ഉള്ളൂ, അപ്പൊ സൈഡ് വാരി ഇട്ട് കൊടുക്കും. എനിക്കൊരു സംശയം. എന്തുവാ പറ്റി? ഞാൻ തിന്നത് കീരിക്കാടൻ മുളകും അവള് തിന്നത് സിൽക്ക് സുമിത മുളകുമാണെന്ന് തോന്നുന്നു. അല്ല അമ്മച്ചി അമ്മച്ചി ഇഡലി കഴിക്കേ. ഇഡലിയിൽ ടിസ്റ്റ് ഉണ്ട്. എനിക്കൊരു ഒരു ഒരു സർപ്രൈസ് അമ്മച്ചിയോട് പറയാനുണ്ട്. എന്നാ സർപ്രൈസ് അമ്മനെ? അമ്മച്ചി അമ്മച്ചിക്ക് പഴനി എന്ന് പറഞ്ഞോണ്ടാണല്ലോ നമ്മൾ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഊട്ടിക്കാണ് പോകുന്നത്. അതെ എവിടെ? ഊട്ടിയില്. നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാ, എനിക്ക് നിനക്ക് വേണ്ടി ഒരു വഴിപാടുണ്ട്. 1008 പടി 1008 പടി പളനിയുടെ മട്ടേ ചവിട്ടി കയറാൻ. എന്റെ പൊന്നമ്മച്ചി വീട്ടിലെ 2 പടി ചവിട്ടി കയറാൻ നേരത്ത് തന്നെ താന്റെ മുട്ടിന്റെ ചേർത്ത തെക്കോട്ട് നോക്കിയാണ് അമ്മച്ചിയുടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം വേണ്ട അമ്മച്ചി. ഞാൻ പറയണ കേക്കുമോനെ, നേരെ പളനി, അവിടെ നിന്ന് രാമേശ്വരം, അവിടെ നിന്ന് മറ്റുള്ള അമ്പലങ്ങളിൽ മൊത്തവും പോയി ഒരു 6 മാസം കഴിഞ്ഞ് വ്രതം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുമ്പം എന്റെ മോൾ അമ്മച്ചിയുടെ കയ്യിലൊരു ഉണ്ണിക്കുട്ടനെ തരണം. പിന്നെ യോധാ സിനിമയിലെ അക്വാസാട്ടനല്ലേ വന്നോടനെ ഉണ്ണിക്കുട്ടനെ എടുത്ത് തരാനായിട്ട്. എന്റെ അമ്മച്ചി അത് അങ്ങനെയൊന്നും നടക്കത്തില്ല. അമ്മ ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങള് 2 പേരും കൂടി ഊട്ടിക്ക് പോകും. അമ്മേനെ ഊട്ടിക്ക് കൊണ്ടുപോയിട്ട് പഴനിക്ക് കൊണ്ടുപോകാം. കുട്ടിക്കാലത്ത് നിന്നെ പ്രസവിക്കുന്ന നേരത്ത് നിന്റെ മാമൻ നിന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞ സമയത്ത് നിന്റെ അച്ഛൻ നിന്നെ രക്ഷപ്പെടുത്തി. നിങ്ങളുടെ പേര് പപ്പൻ എന്നാണോ മപ്പൻ എന്നാണോ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും കംസന്റെയും കഥയാണ് ഈ കിടന്നിട്ട് പറയണത്. ഇപ്പൊ പറഞ്ഞു പറ്റിക്കണത് കുട്ടയെ ചുമന്നുകൊണ്ട് പോയെന്ന്. പിന്നല്ലാണ്ട് 35 വർഷമായിട്ട് ഈ കഥ പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ? ഞാൻ വെറും മണ്ണുണ്ണി കിഴങ്ങേശ്വരനാണെന്ന് കരുതിയല്ലേ നിങ്ങള്? സിമ്മാന്റെ സേമ ഞാൻ വലിച്ചു കയറി മേലാപ്പാട്ട് പാടരുത്. ഊട്ടിക്ക് പോയേട്ടാ. അങ്ങനെ പറ്റൂല. പളനിക്ക് പോകും. ഊട്ടിക്ക് പോകും. പളനിക്ക് പോകും. ഊട്ടിക്ക് പോകും. പളനിക്ക് പോകും. പളനിക്ക് പോകൂല, ഊട്ടിക്ക് പോകുന്നു. പളനിക്ക് പോകും. ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മച്ചി, നമുക്ക് ഊട്ടിക്ക് പോയാ എടി നമുക്ക് ഊട്ടിക്ക് പോകാം. പളനിക്ക് പോകാം. ഊട്ടിക്ക് പോകുന്നു. പളനിക്ക് പോകാം. ഊട്ടിക്ക് പോകാം. പളനിക്ക് പോകാം. ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനത്തെ ഒരു മെനകെട്ട തള. നീ നിന്റെ പെണ്ണ് പറയുന്നത് കേൾക്കണോ ഞാൻ പറഞ്ഞു കേൾക്കണോടാ? നീ അമ്മച്ചി ഊട്ടിക്ക് പോയാ പോരെ അമ്മച്ചി? ഹണിമൂണല്ലേ അമ്മച്ചി? അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പെണ്ണിനെ പിടിച്ചു ഊട്ടിക്ക് പോ. ഞാൻ പറയുന്ന ഏതെങ്കിലും ലൈൻ ബസ്സിൽ കയറി എന്റെ വീട്ടിൽ പോയിക്കോളടാ. എങ്ങാണെങ്കിലും പോ. ഞാൻ പോകണം. അയ്യോ തള്ള
ആണെങ്കിൽ പൊട്ടൻ ചേട്ടാ നമുക്ക് ഊട്ടിക്കൂട്ട് അടിച്ചു കളിക്കാം. എന്നെ വർത്തമാനാണ് നീ പറഞ്ഞത്. എന്റെ പെറ്റ അമ്മച്ചിയാണത്. അതിന് അമ്മച്ചി പോകാൻ നേരത്തെ ഞാൻ ഊട്ടിക്ക് പറഞ്ഞത് എന്റെ ഓടി അതുകൊള്ള ഒരാഴ്ചയായിട്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ അമ്മച്ചി മറക്കാൻ അതുകൊള്ള എന്നെ ഊട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഈ നാട് റോട്ടി കൊണ്ട് നിർത്തിട്ട് ഇപ്പൊ കൊണ്ടുപോകില്ല. എന്താ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ അമ്മയായിട്ട് പഴനിക്കൊക്കെ ഞാൻ എന്റെ പാട്ടിന് പോണം. പറ്റില്ല. എന്റെ അമ്മച്ചി ഇല്ലാതെ ഞാൻ പോത്തൊന്നുമില്ല. എനിക്ക് എന്റെ അമ്മച്ചി തന്നെയാണ് വരുന്നത്. എന്തോ കട്ടമാന്ന് പറഞ്ഞത് ചെമ്മാണ്ട സീമയല്ലേ മോനെ? എന്തോ അവള് പറഞ്ഞതാടാ ശരി. നമുക്ക് ഊട്ടിക്ക് പോകാം. ഞാൻ ആദ്യമേ ഇത് അങ്ങോട്ട് വന്ന് പറഞ്ഞതല്ലായിരുന്നോ? അപ്പ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു. അമ്മച്ചി അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവൾ ഇവിടുന്ന് പിണങ്ങിപ്പോയി അമ്മച്ചി. ഓഹോ, അപ്പൊ അതാണ് നിന്റെ ഇപ്പോഴത്തെ വിഷമം. ഞാൻ പോയതല്ല അല്ലേ? എങ്കിൽ പിന്നെ നീ അവളെ കൂടെ പോടാ, അവളെ കൂടെ പോടാ. ഞാൻ ലൈൻ ബസ്സിൽ കയറി പോയിക്കോളാം. ഞാൻ പറഞ്ഞു എന്തോ കഷ്ടമാണെന്ന് പറ. ഒരു കല്യാണം കഴിച്ചു കഴിയാന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ വരുമെന്ന് എനിക്കറിയാം. അപ്പേട്ടാ ഞാൻ ആലോചിച്ചപ്പോഴേ അമ്മ പറഞ്ഞ പോലെ നമുക്ക് പഴനിക്ക് പോയിട്ട് ഊട്ടിക്ക് പോവാം. നിനക്ക് തലക്ക് പ്രാന്താണ്. എന്തേട്ടാ? എടി കുറച്ചു മുമ്പ് ഞാനിത് അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടുപേരും അപ്പൊ ഓക്കെ പറഞ്ഞിരുന്നു ഈ പ്രശ്നം വരുമായിരുന്ന. എന്താണ് ഇപ്പൊ അമ്മച്ചി കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വന്ന് നീ പിണങ്ങിപ്പോയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിയും പിണങ്ങിപ്പോയി. പോയാ പിന്നെ അമ്മച്ചി എന്നാലും എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത. അല്ല ഈ തള്ള പോയപ്പോഴാണ് ഭയങ്കര ദണ്ണം കാണിക്കണത്. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഈ ദണ്ണൊന്നും ഞാൻ കണ്ടില്ലല്ല. എന്റെ അമ്മ പോയതാണ് നിങ്ങൾക്ക് വിഷയം, ഞാൻ പോയത് നിങ്ങൾക്ക് വിഷയമല്ല. അപ്പൊ നിങ്ങൾ പഴനിക്ക് വെക്കുന്ന അമ്മയായിട്ട് ഞാൻ കണ്ടെത്തി. എനിക്ക് തലക്ക് വട്ടാണ് നിന്റെ പുറകെ നടക്കാനായിട്ട്. എന്തോ കഷ്ടമാണെന്ന് പറ. ഇതിപ്പോ എനിക്ക് ഭ്രാന്തായതാണ്, അവർക്ക് ഭ്രാന്തായതാണ്. പഴനി ഇതൊക്കെ ഇത്രയും വലിയ പ്രശ്നമായിരുന്ന. കല്യാണം കഴിക്കണ്ടായിരുന്നു. മോനെ പപ്പേട്ടാ എന്താ നമുക്ക് പോവാടാ. പോകാവോ? പോകാം. നീ ഓക്കെയാണോ? നമുക്ക് പോവാ പപ്പേട്ടാ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ശോ, ഇതാണ് എനിക്ക് വേണ്ടത്. എന്റെ കുടുംബം എന്ന് പറയുന്ന നേരത്ത് എന്റെ ഭാര്യയെ എന്റെ അമ്മയെ അന്നല്ല ഒന്നായിട്ട് തന്നെ ജീവിക്കണം. തന്നെ. അപ്പൊ ഇന്ന് തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. ഇല്ല. ഓക്കെ ആണല്ലോ. Okay. എന്നാ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് എന്നിട്ട് അതായിരിക്കും. നമ്മൾ നേരെ പളനി പോയിട്ട് ഊട്ടി പോകുന്നു. ഓക്കെ അമ്മ പഴനി പോയിട്ട് ഊട്ടി പോകുന്നു. നമ്മൾ ഊട്ടിക്ക് പോയിട്ട് പന്ന വഴി പഴനിക്ക് പോകും. അയ്യോ അങ്ങനെയല്ല, നമ്മള് പളനിക്ക് പോയിട്ട് ഊട്ടി പോകുന്നു. അതെ അല്ലല്ല, പഴനിക്ക് പോയിട്ട് ഊട്ടി ഊട്ടിക്ക് പോയിട്ട് പന്ന വഴി പഴനിക്ക് പോകും. പളനിക്ക് പോയിട്ട് ഊട്ടി പോകുന്നു. ഊട്ടിക്ക് പോയിട്ട് പഴനിക്ക് പോകുള്ളു. പളനിക്ക് പോയിട്ട് ഊട്ടി പോകുന്നു. ഊട്ടിക്ക് പോയിട്ട് പഴനിക്ക് പോവുള്ളൂ. പളനിക്ക് പോയിട്ട് ഊട്ടി പോകുന്നു. നിർത്ത്. ഊട്ടിക്ക് പോകുന്നില്ല, പഴനിക്ക് പോകുന്നില്ല. നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ട് പോകാൻ പോവാ. അതെവിടെ മോനെ? നമ്മുടെ വീട്.